ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെയാണ് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. കപ്പ കിട്ടുന്ന സമയത്ത് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം ഞാനിവിടെ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസ് വലിപ്പമുള്ള 2 കിഴങ്ങുകളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിച്ച ശേഷം ഉടച്ചെടുത്താലും മതിട്ടോ, അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ മൺചട്ടിയിൽ അടുപ്പത്താണ് പാൽക്കപ്പ തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പ തൊലിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ പീസുകളാക്കി എടുക്കണം. പീസിന്റെ വലിപ്പം കണ്ടില്ല, വലിയ പീസല്ല എന്നാൽ ചെറുതും അല്ല, മീഡിയം സൈസ് വലിപ്പമുള്ള പീസുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 കിഴങ്ങുകൾ നമ്മൾ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ കപ്പയുടെ കൂടെ, കാരണം നമുക്ക് പിന്നീട് അത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഒരു 4 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണവും 1 പച്ചമുളക് ചതച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് മുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള അത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്കൊന്നും എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് 1 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കപ്പ എന്തായി എന്നുള്ളത്. കപ്പ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, മൂടി തുറന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ട്. കാരണം നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്താണല്ലോ, ഇഞ്ചിയൊക്കെ, അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് മൺചട്ടി ആയത് കാരണം വളരെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് തുറന്ന് നോക്കാം എന്തായി നമ്മുടെ കപ്പ എന്ന്. കപ്പയുടെ വെള്ളമൊക്കെ നല്ലപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം കേട്ടോ, ചെറുതാക്കി കൊടുക്കാം. കപ്പ ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 1-ാം പാല് 2-ാം പാല് എന്നുള്ള കണക്കൊന്നുമില്ല, പാല് ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാലിൽ കിടന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കപ്പ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒന്നും കൂടെ അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കപ്പ ഈ പാലിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഇവിടെ ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ പാലൊക്കെ ഉണ്ടോ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം. കാരണം ഒരുപാട് വറ്റിച്ചെടുക്കരുത്. പാൽക്കപ്പയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അല്പം ലൂസായിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ്, വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം. ഇവിടെ 2 വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കണ്ടില്ല, നമ്മുടെ പാൽക്കപ്പ എടുത്തു വെക്കുന്ന സമയത്ത് ലൂസായിരുന്നു, ഇപ്പോൾ തണുത്ത സമയത്ത് നല്ലപോലെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്.
അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെയാണ് ബീഫ് കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.